ഹലോ ഗൈസ്, സോ നമുക്കിന്നൊരു ട്രക്കിങ്ങിന് പോയാലോ? ഞാൻ പോയൊരു ട്രക്കിങ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ ട്രക്കിങ്ങിന് പോയത് നൂറംബർഗിൽ നിന്ന് വെൽഡൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിട്ടാണ് ട്രക്കിങ്ങിന് പോയത്. അത് നൂറംബർഗിൽ നിന്ന് ഒരു 30-35 മിനിറ്റ്സേ ആറിയിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഈ ട്രക്കിങ്ങിന് പോയത് ഞങ്ങളുടെ നൂറംബർഗിലെ മലയാളി സമാജം അസോസിയേഷൻ്റെ അവരുടെ ഒരു പ്രോഗ്രാമിൻ്റെ പോർഷനായിട്ടാണ് പോയത്. ഞാൻ ആദ്യമായിട്ടാണ് ഒട്ടും അറിഞ്ഞുകൂടാത്ത ആൾക്കാരോട് ഒരു ട്രക്കിങ്ങിന് പോകുന്നത്. ബട്ട് ഇറ്റ് വാസ് സോ നൈസ്. ഞാൻ ഇതുവരെ ട്രക്കിങ്ങിന് പോയിട്ടുള്ളതൊക്കെ ഒന്നെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് നമ്മൾ ട്രക്കിങ്ങിനെല്ലാം പോയേക്കുന്നത്. പക്ഷേ അതുകൊണ്ട് എനിക്ക് തുടക്കത്തിലൊരു ഭയങ്കര ഒരു ഇതാണ്, നോക്കി ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരോട്ട് ജെല്ലാകുമോ, അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുമോ, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ഭയങ്കര ടെൻഷൻസൊക്കെ ഉണ്ടെന്ന്. പക്ഷേ അവിടെ ചെന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ ആദ്യത്തെ നമ്മളൊന്ന് പരിചയപ്പെടുന്ന സമയത്ത് തന്നെ എല്ലാവരുമായിട്ടുള്ള ഐസ് ബ്രേക്ക് ഉണ്ടായി. പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് സംസാരിക്കാനും നമ്മൾ 8 കിലോമീറ്റേഴ്സാണ് നമ്മളൊന്ന് ട്രക്ക് ചെയ്തത്. നമ്മുടെ കൂടെ ഏറ്റവും എക്സ്പേർട്ടായിട്ട് ട്രക്ക് ചെയ്യുന്ന എപ്പോഴും ട്രക്കിങ്ങിന് പോകുന്നൊരു ചേട്ടനുണ്ടായിരുന്നു. പുള്ളിക്കാരനായിരുന്നു നമ്മളിത് മൊത്തം ഗൈഡ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ കൂളായിരുന്നു. ഓക്കെ, ഇങ്ങനെ പോയാൽ മതിയെന്ന് പുള്ളി പറയും, നമ്മളങ്ങ് പുറകെ പോയാൽ മതിയെന്ന്. സോ ആ സമയം എല്ലാം നമ്മൾ പരസ്പരം നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, നമ്മളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയൊക്കെ ആയിരുന്നു. സോ ഇങ്ങനെ ഒരു മലയാളി അസോസിയേഷൻ്റെ അല്ലെങ്കിൽ സമാജത്തിൻ്റെ കൂടെ ഒരു ട്രക്കിങ്ങിന് പോയത് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. കാരണം ഇത്രയും ഡിഫറെൻറ്റ് പ്രൊഫഷനിലുള്ളവർ, അല്ലെങ്കിൽ പഠിക്കുന്നവർ, അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേർ, എല്ലാ രീതിയിലുള്ളവരുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സംസാരിക്കുക മാത്രമായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും അറിയാനും ഒക്കെ പറ്റി. പിന്നെ അതുപോലെ തന്നെ ട്രക്കിങ് വളരെ നൈസായിരുന്നു. ഭയങ്കര ഒരു കയറ്റമോ അല്ലെങ്കിൽ ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇറക്കമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം നടക്കാൻ പറ്റുന്നൊരു രീതിയിൽ തന്നെ. എന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ കുറേ നാൾക്ക് ശേഷമാണ് ട്രക്ക് ചെയ്യുന്നത്. ഞാൻ ലാസ്റ്റ് ട്രക്ക് ചെയ്തത് ഒരു 1.5 ഇയർ ബാക്കാണ്. അത് ഡ്രസ്തം പോയപ്പോൾ ബാസ്തായാണ് ട്രക്ക് ചെയ്തത്. പക്ഷെ അത് വലിയ ലോങ് ട്രക്കിംഗ് ആയിരുന്നു. ഒരു 20 കിലോമീറ്റേഴ്സോളം ഞങ്ങൾ ട്രക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഫ്രണ്ട്സൊക്കെ ആയിട്ട് തന്നെയാണ് പോയത്. പക്ഷെ അതിനുശേഷം ഞാൻ ഒരുപാട് നാൾ ബ്രേക്ക് എടുത്തതിന് ശേഷം ട്രക്ക് ചെയ്യായിരുന്നു. ആദ്യം ഞാൻ ശരിക്കും ക്ഷീണിച്ചു പോയി. പക്ഷേ കുറച്ച് നേരം അങ്ങ് കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് സെറ്റായി. ഇതൊരു എന്തോ ഒരു കരടിയോ എന്തോ ഒരു ജീവിച്ചിരുന്നൊരു ഗുഹയായിരുന്നു. ഞാൻ മറന്നുപോയി. ഞാൻ കുറേ ദിവസമായി ഇപ്പോൾ ഈ ട്രക്കിങ്ങിന് പോയിട്ട്. സോ ഈ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് അടുത്ത പരിപാടി വരാറായിരുന്നത്. ഞാനിപ്പോഴാണ് ഇതിൻ്റെ എഡിറ്റ് ചെയ്തിടുന്നത്. ഞാൻ ഇറങ്ങിയില്ല. അത്രയും താഴോട്ട് ഞാൻ ഇറങ്ങാനായിട്ടൊരു ഇതില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ റെസ്റ്റ് എടുക്കുമായിരുന്നു. നമ്മൾ ചേച്ചിമാരും ചേട്ടന്മാരും നമ്മുടെ ഏജുള്ളവരും അനിയത്തിമാരും അനിയന്മാരും ഒക്കെ ആയിട്ട് സംസാരിച്ച് പോകുമായിരുന്നു. അങ്ങനെ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു വഴി കൂടെ ആയിരുന്നു പോകുന്നത്. എന്ന് വെച്ചാൽ നോർമലി നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന നോക്കി ഒരു 10 പേരെങ്കിലും മിനിമം നമുക്കറിയാവുന്നവർ പോയിട്ടുള്ള റൂട്ടിൽ കൂടെ പോകത്തുള്ളായിരുന്നു. പക്ഷേ ഇതാദ്യമായിട്ടാണ് നമുക്ക് ഒട്ടും അറിഞ്ഞുകൂടാതെ നമ്മൾ വളരെ ബ്ലൈൻഡായിട്ട് ഒരു ചേട്ടനെ ട്രസ്റ്റ് ചെയ്ത് പോകുന്നത്. പക്ഷെ പുള്ളി ഓസ്ട്രേലിയ ആൽപ്സും അങ്ങനെ ഒരുപാട് മലനിരകൾ ട്രക്ക് ചെയ്തിട്ടുള്ളൊരു പേഴ്സണാണ്. സോ ഇവരെല്ലാവരെയും നമ്മൾ ഈ ഒരു ട്രക്കിങ്ങിന് പോയിട്ട് തന്നെയാണ് പരിചയപ്പെട്ടത്. സോ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഓരോ പുതിയ കാര്യങ്ങൾ കാണുമ്പോഴോ നമുക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ പരസ്പരം ഇതൊക്കെ എന്തൊക്കെയാണെന്ന് പറയും. ഇതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു, ഇതൊക്കെ ആര് വായിക്കുമോ എന്തോ കർത്താവേ. സോ ഇങ്ങനെ പോകുന്ന വഴിക്ക് കാടിന് നടുക്ക് നമ്മളൊരു കുരിശടി കണ്ട് അത് ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിട്ട് തോന്നി. ഇവിടെയെല്ലാം ആരെങ്കിലും വന്ന് പ്രാർത്ഥിക്കുക, മാതാവിൻ്റെ ഒരു കുരിശടിയായിരുന്നു. അതിനുശേഷം മുന്നോട്ട് കിടക്കുമ്പോൾ നമ്മൾ കുരിശിൻ്റെ വഴി കണ്ടു. ഇവിടെ ജർമ്മനിയിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കുരിശിൻ്റെ വഴിയുണ്ട്, നാട്ടിലുമുണ്ട്. എന്നിരുന്നാൽ പോലും ഇത്രയും ഒരു മലയുടെ നടുക്ക് ആരെ വരുമെന്ന് ഉള്ള ഒരു തിങ്കിങ്ങാണ് ഫസ്റ്റ് നമുക്ക് മൈൻഡിൽ പോയത്. എനിവേ നൈസായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നടന്ന് അവിടുന്ന് എല്ലാവരും കൂടെ ആദ്യം നടന്നപ്പോൾ കയ്യിൽ വടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ വടിയെല്ലാം നമ്മൾ പതിയെ നടക്കാൻ തുടങ്ങി. പിന്നെ ഒരു ശ്ലോസ് കണ്ടപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അത് ശ്ലോസാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ അങ്ങോട്ട് നടന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അവർ പറഞ്ഞത് ഒരു പ്രൈവറ്റ് റെസ്റ്റോറൻറ്റാണ്. പിന്നെ നമ്മളങ്ങ് തിരിച്ചു നടന്നു. എനിവേ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അസോസിയേഷനിലൊക്കെ ഇങ്ങനത്തെ പരിപാടികളുണ്ടോ? നിങ്ങളിങ്ങനെ ട്രക്ക് ചെയ്യാനൊക്കെ പോകണം. ട്രക്കിങ് നമ്മൾ ഫ്രണ്ട്സായിട്ട് കറങ്ങാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു പരിപാടിയല്ല. നമുക്ക് നമ്മുടെ ബോഡീനെ കുറച്ചും കൂടെ വർക്കൗട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ബോഡിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ട്രക്കിങ്. സോ നമ്മൾ പിന്നെ വന്നു, നമ്മൾ തിരിച്ച് ട്രെയിൻ കയറി നമ്മൾ തിരിച്ച് നൂറംബർഗിലോട്ട് വന്നു. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. താങ്ക് യു, ബൈ.